സ്റ്റാഫ് റൂമിൽ പിന്നെ ആ കലാപരിപാടിയാണ്. പക്ഷെ അവിടെ കുട്ടികളെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ അതെന്താണ്, കുട്ടികളെ അവരുടെ വല്ലാതെ ഹെർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളാവാം, ചെറിയ കാര്യങ്ങളാവാം, അതൊക്കെ നമുക്ക് പറയാനും സംസാരിക്കാനൊക്കെ ഉള്ള ഒരു വേദിയാണ് ഈ ബാല നഗരസഭ എന്ന് പറയുന്ന, നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ പറ്റുന്ന ഒരു വേദി. ഓക്കെ, ഇനി ഒന്ന് എഴുന്നേറ്റ എല്ലാവരും. ഇനി ആ രണ്ടാളെ സീറ്റ് ഞാൻ ഒഴിവാക്കാണ്. രണ്ടാളെ സീറ്റ് ഞാൻ തൽക്കാലം ഒഴിവാക്കും. രണ്ടാൾക്ക് സീറ്റ് ഉണ്ടാവില്ല. ആ ഉള്ള സീറ്റിൽ പിന്നെ പോയി ഇരുന്നോളണം കേട്ടോ. ഓക്കെ, ഒന്ന് നസീം അങ്ങോട്ട് വാ. ഈ സീറ്റ് അങ്ങോട്ട് വെച്ച ബാക്കിക്ക്. എന്റെ പേരെന്താ? സന. സന ഒന്ന് സന ഇവിടെ ഉണ്ട്, ഒന്ന് ഇയ്യും വാ. അപ്പൊ ഈ സീറ്റ് ഒഴിവാക്കിട്ടാ ഈ രണ്ട് സീറ്റ് ഇനി ഇവിടെ ഞാൻ വെക്കണ്. ഡേഞ്ചറസ് സീറ്റാണ്. അപ്പൊ റെഡി, ഇരുന്നോളൂ. ഇനി ഞാന് പറയുന്ന അടയാളങ്ങൾ ഉള്ളവരൊക്കെ എന്ത് ചെയ്യണം, സ്ഥലമൊക്കെ ഒന്ന് മാറണം കേട്ടോ. ഞാൻ വെറുതെ പറയും, വാച്ച് കെട്ടിയവർ സ്ഥലം മാറുക എന്ന് പറഞ്ഞാൽ വാച്ച് കെട്ടിയ ആൾക്കാരൊക്കെ ആ സീറ്റിൽ നിന്ന് എഴുന്നേറ്റിട്ട് വേറെ വാച്ച് കെട്ടിയ ആൾക്കാരെ എണീക്കുമല്ലോ, അതിലേക്ക് മാറിയിരിക്കണം. അപ്പൊ ഈ നിൽക്കുന്ന ആളെ പണി എന്താ വെച്ചാൽ കിട്ടുന്ന സീറ്റിൽ ഇരുന്നോളാം. സീറ്റ് കിട്ടാത്ത രണ്ടാളുണ്ടാവും. അവർ രണ്ടാളും കൂടെ കൂടിയിട്ട് ഒരു പാട്ട്, അല്ലെങ്കിൽ രണ്ടാളും രണ്ട് പാട്ട്. റെഡി? അപ്പൊ ഉഷാറായിട്ട് കിട്ടുന്ന സീറ്റിൽ ഇരുന്നോളാം കേട്ടോ. റെഡി? നടുവിൽ നിന്നോട്ടോ. പറയട്ടെ, വാച്ച് കെട്ടിയവർന്ന് പറയും, ചിലപ്പോ ഷൂ ഇട്ടവർന്ന് പറയും, ടീഷർട്ട് ഇട്ടവർന്ന് പറയും, തട്ടിട്ടവർന്ന് പറയും, മൂക്ക് കുത്തിയവർന്ന് പറയും, പൊട്ടു തൊട്ടവർന്ന് പറയും. ഏതാണോ നിങ്ങളുടെ ശരീരത്തിലെ അടയാളം അതിനനുസരിച്ച് ഓടിക്കോളാം. റെഡി? തുടങ്ങല്ലേ? കിട്ടണ സീറ്റിൽ ഇരുന്നോളട്ടാ. സന, എന്റെ പേരെന്താ? ആര്? ഒന്നെ കൊല്ലാതെ നിക്കണമായിരിക്കും എന്നൊക്കെ പറഞ്ഞു. എന്റെ പോണ്ടി പെരേക്കല്ല, ഇവിടെ കിട്ടണ സീറ്റ് ഉണ്ടാവല്ലോ. ഈ അടയാളം ഇല്ലാത്തവര് നീക്കരുത് കേട്ടാ. വാച്ച് കെട്ടിയവർ എന്ന് പറഞ്ഞാൽ വാച്ച് കെട്ടാത്ത ആള് നീക്കരുത്. നീക്കാൻ അവർക്ക് ഡബിൾ പണിഷ്മെന്റ് ആണ്. പാട്ട് ചെയ്യണം, ഡാൻസ് ചെയ്യണം. അപ്പൊ അവനെ കുറിച്ചൊരു ബോധം നമുക്ക് ഉണ്ടാവണല്ലോ അല്ലേ? റെഡി? തുറന്നല്ലേ? അപ്പൊ ഞാൻ ആദ്യം തന്നെ ഉദാഹരണം വാച്ച് കെട്ടിയവർ തന്നെ പറയാൻ പോണ്. റെഡി അല്ലേ? റെഡി? വാച്ച് കെട്ടിയവരൊക്കെ സ്ഥലം മാറുക. സാറെ കിട്ടുന്ന സീറ്റിൽ ഇരുന്നോണ്ടേ. റെഡി? വേഗം മാറിക്കോ. നീക്കെ. എന്റെ വാച്ച് ഉണ്ടായിരുന്നത്? വാച്ചുണ്ടാ? ആ സീറ്റിൽ തന്നെ പിന്നെ ഇരിക്കാൻ പാടില്ല. നീറ്റ് ഇരിക്കാനല്ല പറഞ്ഞത്. ഇവിടെ വാച്ച് അവിടെ? എനിക്ക് വാച്ചുണ്ടാ? വാച്ചില്ലാതെ പിന്നെ എന്തിനാ ഇത്ര അവിടത്തേന് ഇരുന്നോ? അവ രണ്ടാള് നല്ല കൈയെടുത്തവർക്ക്. ഇനി പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ ഇവർ എന്ത് ഉത്തരം പറയാ? ഇല്ലാന്ന്. നീ ഞങ്ങളോട് എല്ലാവരോടും കൂടി ചോദിക്കാം, പാട്ട് പാടാത്ത ആരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തില്? ജീവിതത്തിൽ എപ്പോഴെങ്കിലും പാട്ട് പാടാത്ത ആരെങ്കിലും ഉണ്ടോ? വേണ്ട, ജീവിതത്തിൽ എവിടുന്നെങ്കിലും പാട്ട് പാടാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നിലേക്ക് കക്കൂസ് എന്തെങ്കിലും പാടിയിട്ടുണ്ടാവും. ഭയങ്കര ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ പാട്ടെല്ലാരും പാടും അല്ലേ? പക്ഷെ ഇങ്ങനെ ഇപ്പൊ ചോദിച്ചാ പറയും ഞാന് എന്താ പറയാൻ കാരണം എന്താ? നാണം കൊണ്ട്. മനുഷ്യന്മാർക്ക് ഉണ്ടാകാൻ പാടില്ലാത്തൊരു സാധനമാണ് എന്ത്? നാണം അല്ലേ? തീരെ നാണം ഉണ്ടാകാൻ പാടില്ല. മടി ഉണ്ടാവും. മടിയന്മാരെ രണ്ട് ലക്ഷണമാണുള്ളത്. ഒന്ന് മുന്നിക്ക് വിളിച്ചാ പിന്നിക്ക് പോവുക. ഒരു പണി ഇപ്പൊ പറഞ്ഞാ അപ്പൊ ചെയ്യൂല, പിന്നേക്ക് മാറ്റി വെക്കുക. അവ ഒരിക്കലും ചെയ്യരുത്. ഓക്കെ? അപ്പൊ വാ, ഇങ്ങോട്ട് നിന്ന് നടുവിൽ നിന്നട്ടോ. നടുവിൽ നിന്നോ. പേടിച്ച് നിൽക്കുകയാണ്. പഠിച്ചാൻ വരാൻ ഇനി പാടാനൊക്കെ വിളിച്ചാലോചിച്ചു. പാട്ട് പാടുവോ? പാടൂല. ഒറ്റ പാട്ടിന്റെ 2 വരി അറിയില്ല. കള പറയരുത്. അറിയും. എന്നാ 2 വരി ഒന്ന് പഠിക്കാം. ആരുടെ പാട്ടിന്റെ 2 വരി? നല്ല കൈയെടുത്ത സാറേ, സത്യം പറഞ്ഞോളൂ. 2 വരി മതി. പ്രോത്സാഹിപ്പിക്ക്. പഠിക്കാം 2 വരി. നല്ല സാർ. പഠിക്കാം.